പ്രാർത്ഥനയ്ക്കിടയിൽ നീ വല്ലാതെ കരയുന്നുണ്ടായിരുന്നല്ലോ. എന്തു പറ്റി ക്ലാര? രാവിലെ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. കാര്യം എന്തു തന്നെയായാലും നിനക്ക് എന്നോട് തുറന്നു പറഞ്ഞൂടെ? അതോ ഞാൻ അറിയാൻ പാടില്ലാത്തതായി എന്തെങ്കിലും? മദറിനറിയാൻ പാടില്ലാത്തതായി എന്റെ ജീവിതത്തിൽ എന്താ ഉള്ളത്? എങ്കിൽ പറയൂ, എന്തിനാ നീ കരഞ്ഞത്? എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും മുമ്പ് ഒരിക്കൽ പോലും ഞാൻ നിന്നെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. സ്നേഹ, എന്റെ സ്നേഹമോള്, അവൾ എന്നെ വിട്ടുപിരിഞ്ഞു പോയിട്ട് ഇന്നേക്ക് 1 വർഷം. ഈ അനാഥാലയത്തിന്റെ തിരക്കിനിടയിൽ നമ്മൾ എന്തെല്ലാം മറന്നു പോകുന്നു. കരയരുത് ക്ലാര. എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി മറ്റുള്ളവരുടെ ദുഃഖങ്ങൾക്ക് സാന്ത്വനമാകാൻ സ്വയം തീരുമാനിച്ചിറങ്ങിയവരല്ലേ നമ്മൾ, അല്ലേ? നമ്മൾ മാത്രം കരയാൻ പാടില്ല. ശപിക്കപ്പെട്ട ഈ അമ്മയുടെ വയറ്റിൽ വന്ന് പിറന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവള് എന്റെ മോള് മരിക്കില്ലായിരുന്നു. ക്ലാരമോളെ, എന്റെ മോളെ ഞാനൊന്ന് കണ്ടു കൊതി തീരും മുമ്പ് എന്നിൽ നിന്ന് അടർത്തി കൊണ്ടുപോയി കളഞ്ഞില്ലേ ദൈവമേ. കരയരുത് ക്ലാര. ഇവിടെ ഈ പാവ അനാഥ കുഞ്ഞുങ്ങളെ നീ പോറ്റി വളർത്തുമ്പോ അങ്ങ് സ്വർഗരാജ്യത്തിൽ നിന്റെ കുഞ്ഞിനെ ദൈവം കാത്തോളൂ. പാപിയാണ് ഞാൻ, മഹാപാപി. അല്ലെങ്കിൽ ഞാനിങ്ങനെ. ഇല്ല ക്ലാര, പാപം ചെയ്തത് നീയല്ലല്ലോ, അവനല്ലേ. അവൻ തീർച്ചയായും അതിന് ശിക്ഷ അർഹിക്കുകയും ചെയ്യും. കർത്താവേ, അവൻ നിന്റെ പ്രവാചകരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. ഞാൻ മാത്രം അവശേഷിച്ചിരിക്കുന്നു. അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. ക്ലാര റൂമിലേക്ക് പോയിക്കോളൂ. എനിക്ക് 1-2 ലെറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. നമ്മുടെ പളനിയല്ലേ അത്? എന്തു പറ്റി? கொஞ்சம் பிரச்சனை இருக்கு. എന്തു പറ്റി? ആരായത്? நம்ம கேட் பக்கத்துல யாரு இந்த அம்மாவை கார் ஏத்தி கொலைப்பட்ட பார்த்தாச்சு. ആരാ പളനി? யாரும் தெரியாதம்மா. என்ன பார்த்த உடனே அவளை கார் விட்டு போயாச்சு. എന്നിട്ട് വണ്ടിയുടെ നമ്പർ പളനി നോക്കിയില്ലേ? இந்த അമ്മാവ് பார்த்த നേരത്തിൽ അതൊന്നും பார்க்க முடியலம்மா. തമ്പുരാനെ, ഇതാരാണാവോ? ഇവര് ഗർഭിണിയാണല്ലോ, നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്താ ചെയ്യുക? ക്ലാര ഒന്ന് നോക്കിക്കോ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ഫോൺ ചെയ്യട്ടെ. കുട്ടി
കുട്ടി, അയ്യോ എന്റെ ദൈവമേ, കുട്ടി കണ്ണു തുറക്ക് കുട്ടി. അയ്യോ ദൈവമേ, മദർ. ഹലോ, ഹോസ്പിറ്റൽ അല്ലേ? வாங்க 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 வரட்டும் வரட்டும் ஐயா, வாங்க வாங்க. வரட்டும் வரட்டும். நீ ரைட் பக்கத்தில் வாங்க 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 ஏறி வாங்க வாங்க, தைரியமா வாங்க 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 ஐயா, வா வா. ஓகே, சீக்கிரம் പിടിക്കും. പതുക്കെ പതുക്കെ. പിടിങ്കയ്യാ. മദർ, ഞാൻ കൂടെ പോയാലോ? ശരി ശരി. അമ്മ, ഞാനും പോയിട്ട് വരാം. മദർ മാർഗ്രറ്റ്, അധ്വാനിക്കുന്നവന്റെയും ഭാരം ചുമക്കുന്നവന്റെയും കണ്ണീരൊപ്പുന്ന കർത്താവിന്റെ തിരുമണവാട്ടി, സർവോപരി അനാഥരുടെ അമ്മ. ആം ഐ കറക്റ്റ്? ഹു ആർ യു? ആരാണ് നിങ്ങൾ? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പറയാം. എല്ലാ ചോദ്യത്തിനും കൃത്യമായ മറുപടി പറയാം. ആദ്യത്തെ ചോദ്യം, ഹു ആർ യു? അതായത് ഞാൻ ആരാണ്? ക്രിസ്റ്റി, അതാണ് എൻ്റെ പേര്.
ക്രിസ്ത്യാനിയാണേ. കർത്താവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ഒരു പാവം സത്യക്രിസ്ത്യാനി. പക്ഷെ എന്തു ചെയ്യാം, തിരുകൽപ്പനകൾ അധികകാലം പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്താ കാര്യമെന്ന് മദറിനറിയോ? പട്ടിണി, പരമ പട്ടിണി. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കണം. നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടണം, നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം. കൊള്ളാം, ഒക്കെ കൊള്ളാം. പക്ഷേ സ്വയം ഉണ്ണാതെയും ഉടുക്കാതെയും എത്ര നാൾ? പക്ഷേ ഇതൊക്കെ മദറിനെ പോലുള്ളവർക്ക് പറഞ്ഞു ഉപദേശിച്ച് നടക്കാൻ ബെസ്റ്റാ. പക്ഷേ എന്നെപ്പോലെ ഒത്തിരി സ്വപ്നങ്ങളും ആവശ്യങ്ങളും അംബിഷൻസും ഉള്ളവർക്കോ നോ, ഒരിക്കലും പറ്റില്ല. സോ ഞാനും ചില കുസൃതികളൊക്കെ കാട്ടാൻ തുടങ്ങി. നല്ല ബെസ്റ്റ് റിസൾട്ടാ. പണം, ആവശ്യം പോലെ പണം, ലോട്ട്സ് ഓഫ് മണി. പക്ഷേ ഒരു പേര് വീണു. എന്താണെന്നറിയോ? ക്രിമിനൽ, നൊട്ടോറിയസ് ക്രിമിനൽ. ഒന്ന് നിർത്തുന്നുണ്ടോ? മര്യാദയ്ക്ക് നിങ്ങൾ പുറത്തു പോകുന്നുണ്ടോ? അതോ? പോകാം മദർ, പോകാം. പക്ഷേ മദറിന്റെ ഒരു ചോദ്യത്തിന് മാത്രമേ ഞാൻ ഉത്തരം പറഞ്ഞുള്ളൂ. ഇനി രണ്ടാമതൊരു ചോദ്യം കൂടിയില്ലേ? നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്, അതായത് എനിക്ക് എന്താണ് വേണ്ടതെന്ന്. എന്തിനാണ് മദർ വെറുതെ? ഞാൻ പൊയ്ക്കോളാന്ന് പറഞ്ഞില്ലേ? പ്ലീസ്. എന്താ മദർ ഇത്? കർത്താവിനെ കൂപ്പുന്ന ഈ പവിത്രമായ കൈകൊണ്ട് എന്നെ, അതും ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ? പാടില്ല. മദർ ഒരു സഹായം മാത്രം ചെയ്തു തന്നാ മതി. ആ രേണുക, ആ ആക്സിഡന്റ് ആയ കുട്ടിയില്ലേ, അവളുടെ കാര്യത്തിൽ മദർ വെറുതെ ഇങ്ങനെ ഇടപെടണ്ട. അവളെ മരണത്തിന് വിട്ടേക്ക്. ആലോചിക്കുക, ശരിക്കൊന്ന് ആലോചിക്കുക. തീരുമാനം എനിക്ക് അനുകൂലമായിരിക്കണം. മറ്റാരുടെയും വിലപ്പെട്ട ജീവൻ മദറായിട്ട് നഷ്ടപ്പെടുത്താൻ ശ്രമിക്കരുത്. പ്രത്യേകിച്ചും ഇവിടുത്തെ അനാഥ കുട്ടികളുടെ ജീവൻ. ഓർമ്മയിരിക്കട്ടെ. சரிங்க ஐயா, போங்க. അതെ സാർ, ക്രിസ്റ്റി എന്നാണ് അവൻ പേര് പറഞ്ഞത്. അറിയില്ല സാർ, കാറ് പുറത്തായിരുന്നു. അതെ. ആ ശരി സാർ, താങ്ക് യു. മദർ, മദർ, എന്താ മദർ? എന്താ വല്ലാതെ? എന്തു പറ്റി? അവൻ ക്രിസ്റ്റി. ക്രിസ്റ്റിയോ? ഏത് ക്രിസ്റ്റി? അവനിവിടെ വന്നു, ഒരു ക്രിമിനൽ. അവനെല്ലാം അറിയാം. അവനാണത് ചെയ്തത്. ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചത് അവനാണ്. നമ്മൾ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചത് അവന് ഇഷ്ടമായിട്ടില്ല. അവളെ അവന് വിട്ടുകൊടുക്കണമെന്ന്. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ അവൻ... നമ്മുടെ കുട്ടികളെ? അതെ, അവൻ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന്. എന്നിട്ട് അയാൾ എങ്ങോട്ടാ പോയത്? അറിയില്ല. ആ, ഞാൻ നമ്മുടെ CI ജെയിംസിനെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ആ മദർ, ആ കുട്ടിക്ക് ഇനിയും ബോധം വീണിട്ടില്ല. ഐസിയുല്ല. തലയിലെ മുറിവ് ആഴത്തില്ല. ആ ക്ലാര, ആ കുട്ടിയുടെ പേര് രേണുകയെന്നാ. അത് മദർ എങ്ങനെ അറിഞ്ഞു? അത് അവൻ പറഞ്ഞു, ആ ക്രിസ്റ്റി. പേര് പറഞ്ഞിട്ട് പെട്ടെന്ന് കൂടുതലൊന്നും പറയാതെ നിർത്തിക്കളഞ്ഞവൻ. രേണുക? എന്താ ക്ലാര? അല്ല മദർ, ആ പേരും ആ കുട്ടിയുടെ രൂപവും ഞാൻ എവിടെയോ കണ്ടു മറന്നതുപോലെ തോന്നൽ. എവിടെ? പക്ഷേ എത്ര ഓർത്തിട്ടും... മോളെ,
ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒന്ന് പോയി കുളിക്ക്.